നിങ്ങളൊരു ഫുട്ബോൾ പ്രേമിയാണോ? എങ്ങനെയാണ് ഒരു ടീം ബിൽഡ് ചെയ്യുന്നതും അതിന്റെ പിന്നിൽ എന്തെല്ലാം പ്രവർത്തനങ്ങളും ഉണ്ടെന്നും ചിന്തിച്ചിട്ടുണ്ടോ? നമുക്കറിയാം, ഒരു ഫുട്ബോൾ ടീമിന്റെ ഓണർ ഒരിക്കലും ഒരാളായിരിക്കില്ല. ഒരുപാട് ആൾക്കാരുടെ ഫണ്ട് അലോക്കേറ്റ് ചെയ്തിട്ടാണ് ഒരു ടീം ബിൽഡ് ചെയ്തെടുക്കുന്നത്. ആൻഡ് ദെൻ നമ്മൾ നല്ലൊരു കോച്ചിനെ അപ്പോയിന്റ് ചെയ്യുന്നു. പിന്നീട് ഈ കോച്ചാണ് മറ്റുള്ള പ്ലേയേഴ്സിനെല്ലാം സെലക്ട് ചെയ്യുക. ഓരോ പ്ലേയേഴ്സിനെയും ഗോൾ കീപ്പർ, ഡിഫൻഡർ എന്നിങ്ങനെ തിരിച്ച് നല്ലൊരു ടീം തന്നെ ബിൽഡ് ചെയ്തെടുക്കുന്നു. ഇനി ഒരു മാച്ചൊക്കെ നടക്കുന്ന സമയത്ത് ഒരു പ്ലെയറിന്റെ പെർഫോമൻസ് കുറച്ച് ലോ ആയാലും മറ്റുള്ള പ്ലേയേഴ്സ് ബാലൻസ്ഡ് ആയിട്ട് പെർഫോം ചെയ്ത് ഔട്ട്കം ആയിട്ട് നമുക്ക് നല്ലൊരു റിസൾട്ട് തന്നെ കിട്ടും. ഇത് തന്നെയാണ് മ്യൂച്വൽ ഫണ്ട്സിലും നടക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങളുടെ ഫണ്ട് മറ്റുള്ള ഇൻവെസ്റ്റേഴ്സിന്റെ ഫണ്ടുമായിട്ട് കമ്പൈൻ ചെയ്ത് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സ്റ്റോക്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ് മ്യൂച്വൽ ഫണ്ട്. മ്യൂച്വൽ ഫണ്ട്സിൽ ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് സ്റ്റോക്ക് ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെ റിസ്ക് പാറ്റേൺ കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും. സർട്ടിഫൈഡ് ആയിട്ടുള്ള ഒരു ഫണ്ട് മാനേജറുടെ കീഴിൽ സ്റ്റോക്ക് സെലക്ഷൻ, ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ എന്നിവ കൃത്യമായി നടക്കുന്നതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഫീൽഡിൽ എക്സ്പെർട്ട് അല്ലെങ്കിലും നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് നല്ല രീതിക്ക് തന്നെ വളർത്തിയെടുക്കാം. എനിക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞ് ഇൻവെസ്റ്റ്മെന്റ് തുടങ്ങുന്നതിന് ഇനിയും വെയിറ്റ് ചെയ്യണമെന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കൂ.